മദീനയുടെ ഹറമിന്റെ അതിർത്തിയാണ്. ഇപ്പൊ നമ്മൾ ഹറമിന്റെ പുറത്താണ്. ഇതുവരെ നമ്മൾ ഹറമിന്റെ ഉള്ളിലായിരുന്നു. നമ്മുടെ വാഹനത്തിന്റെ വലതുഭാഗത്ത് മുന്നിലായിട്ട് നമുക്ക് ഖുർആൻ പ്രിന്റിംഗ് പ്രസിന്റെ കെട്ടിട സമുച്ചയം കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആൻ പ്രിന്റിംഗ് പ്രസ്സാണ് കിങ് ഫഹദ് അബ്ദുൽ രാജാവിന്റെ പേരിലുള്ള ഈ ഖുർആൻ പ്രിന്റിംഗ് പ്രസ്. അതിന്റെ ഉള്ളിൽ കയറാൻ പ്രത്യേകമായ പെർമിഷൻ ആവശ്യമാണ്. ഓൺലൈനിലൂടെ ആ പെർമിഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ചില സമയത്ത് അവിടെ ശക്തമായ തിരക്കായതുകൊണ്ട് തന്നെ ചിലപ്പോൾ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരാറുണ്ട്. വെയിൽ പേടിച്ച് പല ആളുകളും ഈ സമയത്ത് ഇവിടേക്ക് വരാറില്ല. പക്ഷേ നമുക്ക് സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ പ്രിന്റിംഗ് പ്രസിന്റെ ഒരു കാഴ്ച മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാൽക്കണിയിൽ നിന്ന് പ്രസിന്റെ മൊത്തം പ്രവർത്തനങ്ങളെ നോക്കി കാണാൻ എന്നല്ലാതെ താഴേക്ക് ഇറങ്ങാനോ പ്രിന്റിംഗുമായി നേരിട്ട് ബന്ധപ്പെടാനോ നമുക്ക് കഴിയില്ല. ഖുർആനിന് പുറമെ വിവിധ ഭാഷകളിലേക്കുള്ള ഖുർആനിന്റെ പരിഭാഷകളും ഈ പ്രസിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതേപോലെ വിവിധ ഭാഷകളിലേക്കുള്ള പരിഭാഷകൾ പ്രസ് തയ്യാറാക്കുന്നുണ്ട്. അതേപോലെ ചില അമൂല്യമായ മറ്റു ചില ഗ്രന്ഥങ്ങളും ഈ പ്രസിൽ നിന്ന് അച്ചടിക്കാറുണ്ട്. എന്തുകൊണ്ടും ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് എന്ന് പറയാപ്പെടാവുന്ന ഒരു പ്രസിദ്ധീകരണാലയമാണ് നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന ഈ പ്രിന്റിംഗ് കോംപ്ലക്സ്. മുജമ്മ അൽ മലിക് ഫഹദ് എന്നാണ് ഇതിന്റെ പേര്. മുജമ്മ അൽ മലിക് ഫഹദ് ലിത്തിബാഅത്തി അൽ മുസ്ഹഫ് ഷരീഫ്. ഖുർആൻ അച്ചടിക്കാൻ വേണ്ടിയുള്ള ഫഹദ് രാജാവിന്റെ പേരിലുള്ള പ്രിന്റിംഗ് കോംപ്ലക്സ് എന്നാണ് അതിന്റെ ആകെ അർത്ഥം. വരിയായി നിന്നിട്ടാണ് ഈ കോംപ്ലക്സിന്റെ ഉള്ളിലേക്ക് കയറാൻ. ഈ ഓൺലൈൻ പെർമിഷൻ കിട്ടാനുള്ള പ്രയാസം കാരണത്താലാണ് പലരും ഇങ്ങോട്ട് വരാൻ കഴിയാതെ പോകുന്നത്. ഇന്ന് വലിയ ആൾക്കാർക്കൊന്നും കാണാനില്ല. ഇവിടെ നമുക്ക് ഒരു മുസ്ഹഫ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. ഒന്നിലേറെ മുസ്ഹഫുകൾ വാങ്ങേണ്ട ആളുകൾ, മുസ്ഹഫ് ഏറ്റവും വില കുറഞ്ഞ് സൗദി അറേബ്യയിൽ വാങ്ങാൻ കിട്ടുന്ന സ്ഥലമാണിത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് വലിപ്പമനുസരിച്ച് ചെറുതോ വലുതോ വളരെ വലുതോ ഒക്കെ ആയ മുസ്ഹഫുകൾ ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ഈ വാങ്ങുന്ന മുസ്ഹഫുകളൊക്കെ നല്ല ഭാരമുള്ള മുസ്ഹഫ് കാരണം വെയിറ്റ് നോക്കുമ്പോൾ അവസാനം റൂമിൽ മുസ്ഹഫ് ഒഴിവാക്കി പോണ അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ കൊണ്ടുപോകാൻ ഉറപ്പുള്ള ആളുകൾ മാത്രം വാങ്ങിയാൽ മതി. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വരിയായിട്ടാണ് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്.